ദാവീദ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ നമ്മുടെ ഈ സഹായം വെറും ഒരു രാജാവിൻ്റെയോ ഒരു മന്ത്രിയുടെയോ കയ്യിൽ നിന്നല്ല വരുന്നത്. ആർ ഹെൽപ്പ് ഈസ് കമ്മിങ് ഫ്രം ദ നെയിം ഓഫ് ദ ലോർഡ്, ദ മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ചുമ്മാ ഒരു മനുഷ്യനല്ല. ഹി ഈസ് ദ വൺ ഹു ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് എർത്ത്. ബിക്കോസ് ഇറ്റ് സേസ് ഐ ലുക്ക് അപ്പ് ടു ദ മൗണ്ടൻസ്, വേർ ഡസ് മൈ ഹെൽപ്പ് കം ഫ്രം? My help comes from the Lord who made the heavens and the earth. And we need to realize that's the very God who made those heavens, who made those mountains that he looked up to. So we need to have that confidence in our minds. ദൈവമേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് നമ്മൾ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ലോർഡ്. ദൈവത്തിനകത്ത് മാത്രം ഉണ്ടായിക്കട്ടെ. വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആക്ച്വലി ഇന്ന് ഞാൻ ഈ സാംസിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മൊത്തം ആക്ച്വലി ചേച്ചി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബിക്കോസ് ബേസിക്കലി ഈ ഒരു സാംസിന് ഞാൻ വേണമെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ സാം ഓഫ് ഡേവിഡ് ആൻഡ് ഹീസ് ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഗോഡ്സ് പ്രസൻസ്. സോ ഞാൻ ഇതിനൊരു ടൈറ്റിൽ ഞാൻ പേഴ്സണലി ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഐ മൈറ്റ് ഗിവ് ഇറ്റ് ഇമാനുവൽ, ബിക്കോസ് ഗോഡ് ഇസ് വിത്ത് അസ്. ബിക്കോസ് ആ ഫസ്റ്റ് വാക്യത്തിലോട്ട് തന്നെ പോവുകയാണെങ്കിൽ, ഇഫ് ദ ലോർഡ് ഹാഡ് നോട്ട് ബീൻ ഓൺ അവർ സൈഡ്, ലെറ്റ് ഇസ്രായേൽ സേ. മലയാളത്തിൽ ഇസ്രായേൽ പറയേണ്ടതെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. ഐ വുഡ് ലൈക്ക് ടു ഫോക്കസ് ഓൺ ദാറ്റ് വൺ വേർഡ് ഓവർ ദെയർ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. ദാവീദ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ എന്നാണ് ദാവീദ് പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നു എന്നല്ല. ഇഫ് ദ God had not been with us. എന്ന് വെച്ചാൽ പക്ഷത്തില്ലായിരുന്നെങ്കിൽ വെച്ചാൽ ദൈവം always was with us at all times. That's what David is trying to tell that in this one phrase over there. നമ്മളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ if we examine our lives, how many times have we asked this question? Most of us have asked in a different way. നമ്മൾ പലപ്പോഴും നമ്മൾ പല പ്രശ്നങ്ങളും പോകുമ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താ, ദൈവമേ നീ ഞങ്ങളുടെ കൂടെ ഇല്ല, നമ്മുടെ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ എന്നാണ് നമ്മൾ പലരും ചോദിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ ദാവീദിനെ പോലെ ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. ബിക്കോസ് വി ഹാവ് ടു സ്റ്റാർട്ട് ആസ്കിങ് ലൈക്ക്, ദൈവമേ നീ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും നാൾ ഇവിടം വരെ എത്തുമോ? നമ്മളിവിടെ ജീവനോടെ ഇരിക്കാൻ പറ്റുമോ? നമ്മൾ ഈ ഇപ്പോൾ ചേച്ചി പറഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ എത്ര പേര് ഇവിടെ ജീവനോടെ ഇവിടെ ദൈവത്തെ സ്തുതിച്ച് ഇവിടെ നമുക്കിരിക്കാൻ പറ്റും? നമ്മൾ പലർക്കും പല സാക്ഷ്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു വാക്യം എടുത്തപ്പോൾ സാക്ഷ്യങ്ങളെ ചിന്തിച്ചപ്പോൾ എനിക്ക് ആക്ച്വലി പ്രേസിൻ്റെ കാര്യമാണ് ഓർമ്മ വന്നത്. പ്രേസിൻ്റെ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഓർത്ത് കാണും, ദൈവം പ്രേസിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു അനുഭവം പ്രേസിന് വരത്തില്ലായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ദൈവം പ്രേസിൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രേസ് ഇവിടെ ഒരു പോറൽ പോലല്ല നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റും നമുക്ക് ചിന്തിച്ചിട്ടുണ്ടോ? സോ വി നീഡ് ടു ഹാവ് ദാറ്റ് ബിലീഫ് ഇൻ അവർ ലൈഫ്. വി നീഡ് ടു തിങ്ക് ലൈക്ക് ഡേവിഡ്, ബിക്കോസ് വി ഓൾസോ ഹാവ് ടു ട്രൈ ടു ബിലീവ് ദാറ്റ്. വി ഹാവ് ടു ഹാവ് ദാറ്റ് കോൺഫിഡൻസ് ദാറ്റ് ഗോഡ് ഇസ് വിത്ത് അസ്. Okay, many of us are over here without jobs, without a PR or anything, and thinking like, ദൈവമേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് നമ്മൾ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വിചാരിക്കും, എന്തുകൊണ്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കൊരു ജോലി കിട്ടുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് PR കിട്ടുന്നില്ല? അതാണ് നമ്മൾ ഭാഷകൾ കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സമയം, ഗോഡ്സ് ടൈം ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. വി ഡോണ്ട് നോ ലൈക്ക് വെൻ ഇസ് ഇറ്റ് ദാറ്റ് ടൈം. We have no idea. Only God knows. It may take years, it may take months. Just for a second മാത്രം മതി. Because God's time, I'm talking about God's time because it's a very important thing. ഇപ്പം ഞാൻ ബൈബിളിൽ നോക്കുകയാണെങ്കിൽ തന്നെ a perfect example for a God's time I would give is like അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ ആ അബ്രഹാമിൻ്റെ കത്തിയുടെയും ഇസാക്കിനെ കഴുത്തിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം മതി ദൈവത്തിന് ഞങ്ങൾ സമയം മാറ്റാണ്. So we need to have that belief in our heart. Like moving down, we can see that he's talking about more problems that we have avoided because this presence of God is with us. Praise be to the Lord who has not let us be torn by their teeth. We have escaped like a bird from the fowler's snare. The snare has been broken and we have escaped. ആ 7ാമത്തെ വാക്യം, വേട്ടക്കാട് കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു, കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. ലിറ്ററലി ഒരു ബേർഡിനല്ല ദാവീദ് ഉദ്ദേശിക്കുന്നത്. We can maybe consider this bird as our soul, like because our soul is as feeble and as weak as a bird. പക്ഷെ പല ഘട്ടങ്ങളിലും ഈ വേട്ടക്കാനെ കെണി ഉദ്ദേശിക്കുന്നത് we consider as Satan's traps, lot of temptations in our lives. We have just escaped, merely escaped from these temptations. It's not because of നമ്മുടെ കഴിവ് കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ ആ പ്രസൻസും ആ ഒരു ശക്തിയും കൊണ്ട് മാത്രമാണ് നമ്മൾ ആ വേട്ടക്കാനെ കെണിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ആൻഡ് ഫൈനലി you see in the last verse,
Our help is in the name of the Lord, the maker of heaven and earth. David is trying to conclude this Psalms, on a very strong note. Like he's trying to instigate a confidence in us, because he's trying to make us realize that our last verse. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവയുടെ നാമത്തിലിരിക്കുന്നു. സോ ഹീസ് ട്രൈങ് ടു ഇൻസ്റ്റിഗേറ്റ് ദിസ് കോൺഫിഡൻസ്. ലൈക്ക് ദാവീദ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ നമ്മുടെ ഈ സഹായം വെറും ഒരു രാജാവിൻ്റെയോ ഒരു മന്ത്രിയുടെയോ കയ്യിൽ നിന്നല്ല വരുന്നത്. ആർ ഹെൽപ്പ് ഈസ് കമ്മിങ് ഫ്രം ദ നെയിം ഓഫ് ദ ലോർഡ്, ദ മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ചുമ്മാ ഒരു മനുഷ്യനല്ല. ഹി ഈസ് ദ വൺ ഹു ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് എർത്ത്. ബിക്കോസ് ഇറ്റ് സേസ്, ഐ ലുക്ക് അപ്പ് ടു ദ മൗണ്ടൻസ്, വേർ ഡസ് മൈ ഹെൽപ്പ് കം ഫ്രം? My help comes from the Lord who made the heavens and the earth. And we need to realize that's the very God who made those heavens, who made those mountains that he looked up to. So we need to have that confidence in our minds. He is the fourth person in the burning furnace. And we need to realize that. So with this short message, I would like to conclude my words. May God bless each and every one of you. Thank you.